ഡീ കാന്താരി ഇരുന്നുറങ്ങാണ്. എഴുന്നേറ്റ്. അല്ല, ഉറങ്ങല്ല. പെട്ടെന്ന് എഴുന്നേറ്റ് വായോ, മഞ്ജു കുളിച്ചു കഴിഞ്ഞു. പോയി റെഡിയാവ്, സ്കൂളിൽ പോവാനുള്ളതാണ്. എന്തിനാ വെറുതെ സ്കൂളിൽ പോണത്? വെറുതെ പോവല്ല, ഫ്ലാഗ് ഉയർത്തണ്ടേ. ഞാൻ പോയില്ലേലും അത് ഉയർത്തിക്കോളും. അങ്ങനെയൊന്നും സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല. വായോ കുളിക്കാൻ, ഇന്ന് സ്വാതന്ത്ര്യ ദിനാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോവാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കാൻ പോവാണ്. ഓ, അതിനുള്ള സ്വാതന്ത്ര്യം അല്ല നമുക്ക് കിട്ടിയത്. വെള്ളക്കാരിനെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. നോണ പറയണ്ട, അപ്പുറത്തെ ബിജു അങ്കിളിന് ഇപ്പയും വെള്ളക്കാറുണ്ട്. എന്തുട്ട് എന്തായിട്ട് നീ പിച്ചും പേയും പറയണേ? മാമി വെള്ളക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവള് വെള്ള നിറത്തിലുള്ള ഏതോ കാറാ വിചാരിച്ചെന്ന് തോന്നുന്നു. അശോ അല്ല, ഇംഗ്ലണ്ടുകാരിനെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. അവരെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഓടിച്ചില്ലേ, അതിന്റെ ആഘോഷാണ്. എന്നിട്ട് അശോന്റെ മോളെ, ഞാൻ ഉദ്ദേശിച്ച സായിപ്പന്മാരെയാണ്, അല്ലാതെ ഇംഗ്ലണ്ടിൽ കുറെ കൊല്ലം കഴിഞ്ഞ മലയാളികളെ അല്ല. അശ്വിൻ ചേട്ടന് എത്ര കൊല്ലം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടില്? 3 കൊല്ലം മോളെ. അതിനു മുമ്പ് നിങ്ങൾ US-ലായിരുന്നു അല്ലേ? അതെ, ന്യൂയോർക്കിലായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ ദേവേട്ടൻ നിങ്ങളെയൊക്കെ കൂട്ടി അമേരിക്കയിലോട്ട് പോയപ്പോ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ സ്ഥിരാവുന്നാണ്. എന്തിനിപ്പോ ഇംഗ്ലണ്ടിലോട്ട് പോയത്? അച്ഛന്റെ കമ്പനി UK-ൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയപ്പോ അങ്ങടേക്ക് പോയതാണ്. അപ്പൊ ഏട്ടന് ഇംഗ്ലണ്ടാണോ ഇഷ്ടം, അമേരിക്കയാണോ ഇഷ്ടം? 10 വയസ്സ് മുതൽ ഞാൻ US-ലായിരുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് അവിടെയാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പൊ അതിനു മുമ്പോ? 10 വയസ്സ് വരെ നിങ്ങളെ രണ്ടുപേരെയും പോലെ തന്നെ ഞാൻ ഈ നാട്ടിൽ കളിച്ചു വളർന്ന ഒരു കുട്ടിയായിരുന്നു. അതല്ലേ അവൻ ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കണേ. അപ്പൊ ചേട്ടൊരു വട്ടം വരച്ചല്ലേ? എന്ത് വട്ടം? ഇന്ത്യന്ന് അമേരിക്ക, അമേരിക്കന്ന് UK, UKന്ന് തിരിച്ച് ഇന്ത്യ വട്ടമായി. ഓ അങ്ങനെ, അത് ശരിയാണ് കേട്ടാ. നീ ഭാഗ്യമുള്ള അശ്വിനെ, അത്ര ചെറിയ പ്രായത്തിലെ നിനക്ക് ഇംഗ്ലണ്ടും അമേരിക്കയും കാണാൻ കിട്ടിയില്ലോ. ഈ കേരളം വിട്ടിട്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല. അച്ഛൻ എത്ര തവണ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോവാന്ന് പറഞ്ഞതാ, അമ്മയായിട്ട് പോവാണ്ടിരുന്നതല്ലേ? അത് എനിക്കെന്തോ ഈ ചെറിയ കുട്ടികളുമായിട്ടൊക്കെ യാത്ര പോണത് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് ഐഷുവായിട്ട്. എന്റെ അമ്മോ, കേരളത്തിനകത്ത് തന്നെ പോണ പേടിയാണ്, പിന്നല്ലേ വെളിയില്. അതൊന്നും വിഷമിക്കണ്ട, അവളെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് നമുക്കും പോവാം, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും. ഓ, മോഹൻ ചില്ലറയല്ലോ. അങ്ങനെ അങ്ങ് ഈസിയല്ലേട്ടാ. മാമന്റെ ബിസിനസ് ഒക്കെ പച്ച പിടിക്കുമ്പോഴേ തീർച്ചയായിട്ടും മാമൻ കൊണ്ടുപോകും. അത് ശരിയാ, അച്ഛൻ അമ്മയെ പോലെ പിശുക്കത്തിയല്ല. ഞാനേ പിശുക്കത്തിയൊന്നും അല്ല. നിങ്ങളുടെ അച്ഛന്റെ ധാരാളത്തെ സമ്മതിച്ചു കൊടുക്കണില്ലാന്നേ ഉള്ളൂ. അതിന്റെ പേരാ പിശുക്ക്. ഒരു കോടി അവിടുന്ന്. നിങ്ങളുടെ അച്ഛന്റെ ദാനം കൊടുക്കൽ കൂടിയോണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കേണ്ടി വന്നത്, അറിയോ? അതിനെന്താ മാമി, നല്ല സ്ഥലല്ലേ, കാടും പുഴയൊക്കെ ആയിട്ട്. ഒക്കെ ശരി തന്നെ, എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം മിസ് ചെയ്യൂട്ടാ. ഏട്ടന്റെ അനിയത്തി തന്നെ അല്ലേ? എന്റെ അച്ഛന് ഇതേ സംസാരാണ്. എന്റെ നാട്, എന്റെ സംസ്കാരം, എന്റെ അമ്മോ. അമ്മേ, അവിടെ അമ്മയ്ക്ക് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവിടെ അമ്മയ്ക്ക് ഈ ആസ്വാന്റെ കിട്ടിയതേ ഇപ്പൊ നീ ആന്റിയും. എനിക്കും കിട്ടി 3 താറാക്കുഞ്ഞുങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട്. ഫ്രണ്ട്സ് ഉണ്ടായത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം. അല്ലെങ്കിൽ പട്ടണത്തിൽ ജനിച്ചു വളർന്ന ഞാനേ ഈ നാട്ടിൻപുറത്ത് വന്ന സമയത്തെ ഇത്തിരി ബുദ്ധിമുട്ടിയേനെ. ഇപ്പോ നിങ്ങൾ വന്നിട്ട് എത്ര നാളായി മാമി? 1 കൊല്ലാവാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ കുഞ്ഞിക്കാട്ടും തുടങ്ങിയിട്ടും 1 കൊല്ലാവാറായി. അശു, സ്കൂളിൽ പോണ്ടേ? ഇവിടെ നിന്ന് സംസാരിച്ചാ മതിയോ? ഐഷു, ഇനി നീ തിരിച്ചു വന്നിട്ട് മതി കുളിയും ദേവാരും ഒക്കെ. വേഗം പോയി ഡ്രസ് ഇട്ടോളൂ, ഇല്ലെങ്കിൽ സമയം കിട്ടില്ല. എന്നാ വായിഷേ, നമുക്ക് കഴിക്കാം. എന്താമേ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പവും മുട്ടക്കറിയും. ഏത് മുട്ടയാണ്? താറാമുട്ട. കഴിഞ്ഞ ദിവസം യാസാന്റിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. അയ്യോ, എനിക്കത് വേണ്ട. പേടിക്കണ്ട അശ്വിനെ, നിനക്ക് താറാമുട്ട ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. ഓ, ഭാഗ്യം. അല്ല, അശ്വിൻ ചേട്ടൻ ഇന്ന് കോളേജില്ലേ? രാവിലെ എണീറ്റപ്പോ എനിക്ക് എന്തോ ഒരു പനി വരണ പോലെ തോന്നി, അതുകൊണ്ട് പോയില്ല. അതിന്റെ കാരണമൊക്കെ എനിക്കറിയാം. എന്തുട്ട് കാരണം? ഇന്നലെ അച്ഛൻ സ്നേഹ ചേച്ചിയെ പറ്റി ചോദിച്ചപ്പോ പേടിച്ച് വിറച്ച് പനിച്ചതല്ലേ? സത്യം പറ. പോയി ഭക്ഷണം കഴിച്ചേ. ഞാൻ പൊക്കോളാട്ടാ. ഐഷു, നീയും കൂടെ പോരെ, അല്ലെങ്കിൽ അമ്മ തിരിച്ചു വന്നാൽ നല്ല വഴക്കാ കിട്ടും. എന്നാ പെട്ടെന്ന് ഞാൻ പേര് വിളിക്കട്ടേട്ടാ. ഹായ് അമ്മു, അച്ചു, റിത, ഫാത്തിമ. അശോ, വേറൊരു കാര്യം പറയാൻ മറന്നുല്ലോ. കുഞ്ഞിക്കാട്ടുന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതന്നെ, ഞാൻ പറഞ്ഞാലേ തെറ്റിപ്പോവും. എന്നാലും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കേ? പിന്നെ മറക്കല്ലേ, എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലും